എന്റെ പേര് അരുൺ, കൊല്ലത്തുനിന്നാണ്. നമ്മൾ ഈ കൃപാസനത്തെ കുറിച്ച് ഇത്തിരി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. എന്താ കുഴപ്പം എന്താ? അല്ല, അവിടെ കുറെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പലരും ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇത്രയും കുറ്റമായിട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് വീഡിയോകൾ കാണാറുണ്ട്, ഒരുപാട് കാണാറുണ്ട്. അവിടെ കണ്ടിട്ട് പൈശാചികമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവര് നല്ല കാര്യങ്ങൾ തന്നെ പറയുന്നത്. ബൈബിൾ വായിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. ബൈബിളിനകത്ത് എവിടാണ് ഈ ഉപ്പ് മേടിച്ച് തിന്നണം, പത്രം മേടിച്ച് നാട്ടുകാർക്ക് കൊടുക്കണം, എണ്ണ മേടിച്ച് തേക്കണം എന്നൊക്കെ പറയുന്നത്? അത് ഈ സുവിശേഷം പ്രഘോഷണം ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് ഈ പത്രമായിട്ട്. സുവിശേഷം പ്രഘോഷണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നത്? പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ചെലവിൽ അല്ലാതെ മാതാവിന്റെ അത്ഭുതങ്ങൾ ആരും അറിയത്തില്ലേ? അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ ആ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് ഈ പത്രം മേടിച്ച് ചുമടായിട്ട് നാട്ടുകാർക്ക് കൊണ്ട് വിതരണം ചെയ്താലേ ദൈവത്തിന്റെ മഹാത്മ്യം അറിയത്തുള്ള ആളുകള്. അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലൂടെയൊക്കെ അറിയുന്നുണ്ട്. അന്നൊക്കെ യൂട്യൂബിനെ കുറിച്ച് മാതാവിനോ ഇവർക്കോ ഐഡിയകൾ ഉണ്ടായിരുന്നോ? യൂട്യൂബിലൂടെ പറഞ്ഞാലേ ആളുകൾ അറിയത്തുള്ളൂ. അവിടെ പോയി ഉടമ്പടി എടുത്താലേ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കത്തുള്ളൂ. അതെന്ത് ദൈവതരമ്മ? ഞാൻ പറയട്ടെ, താങ്കൾ ഏത് സഭാംഗോ? ഞാൻ സഭയല്ല, ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു. അന്നേരം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ അറിയാവോ? ബൈബിൾ വായിക്കാറുണ്ട്, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകമായിട്ട് ഇതിന് എന്താ അടിസ്ഥാനമുള്ളത്? വേദപുസ്തകത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈ പരിപാടികളെ കുറിച്ച് പറയുന്നുണ്ട്? എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പണി ചെയ്യുന്നത്? ഇല്ല, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അവർ പറയുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യാനാണെന്നുണ്ട്. അതെങ്ങനെയാ? കുർബാസനത്തിൽ പോയി ഇപ്പൊ ഞാൻ പറയുകയാണ്, എന്റെ അടുത്ത് വാ, അവിടെ തന്നെ പോകണമെന്നില്ല. അതാ പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പള്ളികളൊക്കെ പൂട്ടിക്കളയാത്ത എന്ത്? അവിടെയാണ് മാതാവെങ്കിൽ ബാക്കിയുള്ള പള്ളികളൊക്കെ പൂട്ടാത്ത എന്ത്? ഇത് മാത്രം മതിയല്ലോ നമുക്ക്. അവിടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത്രയും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആശുപത്രികളും നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം പൂട്ടിക്കൂടെ? അല്ല, അങ്ങനെ ഒരു പറയുന്നില്ല. എങ്ങനെയല്ല? അവിടെ എത്തുന്നവർക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നെങ്കിൽ. എന്ത് ആശ്വാസം കിട്ടുന്നുണ്ട്? പിശാച് പോലും ഇത് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ടെന്ന്. പിശാച് പോലും പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒന്ന് താണും വീണ്ടും മടങ്ങിക്കഴിഞ്ഞാൽ ഈ സകലമാന ഇതൊന്നും നിനക്ക് തരാമെന്ന് പറഞ്ഞു. കല്ലിനെ അപ്പമാക്കി തരാമെന്ന് പറഞ്ഞു. നീ മണ്ടെന്ന് ചാടിക്കോ, ദൈവം നിന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പല അത്ഭുതവും സാത്താനും ചെയ്യാൻ പറ്റുമെന്ന്. ക്രിസ്തുവോ ശിഷ്യന്മാരോ എവിടെയെങ്കിലും അടയാളങ്ങളും അത്ഭുതങ്ങളും അല്ലെങ്കിൽ രോഗസൗഖ്യമോ കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ടുണ്ടോ? സഹോദരൻ കേട്ടിട്ടുണ്ടോ? ക്രിസ്തുവോ ശിഷ്യന്മാരോ ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടോ? ആരോ കൊണ്ടേലും ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും അല്ല മെഴുകുതിരി കത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉപ്പ് വാരിയിടണം, അല്ലെ എണ്ണ തേക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും കർത്താവ് കൊടുത്തുവിട്ടാട്ടോ, കർത്താവിന്റെ ശിഷ്യന്മാര് കൊടുത്തുവിട്ടാട്ടോ കേട്ടിട്ടുണ്ടോ? ഇല്ല. എണ്ണ ഈ വന്ന ആളുകൾ പ്രയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടുന്ന് പറയുന്നില്ല, അങ്ങനെ നിർബന്ധമായിട്ടൊന്നും പറയുന്നില്ലെന്നാണ്. പിന്നെന്തിനാ അവൻ നിർബന്ധമായിട്ട് ഒന്നും പറയുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ആളുകൾ അത് പലതും ചെയ്തിട്ട് അതേ രീതിയിൽ വീഡിയോകളിലൊക്കെ പറയുന്നു, പത്രം കഴിക്കുന്നു, അങ്ങനെ ആളുകൾ പറയുന്നതാണ്. ആ പൈസ ആരിലേക്കാ പോകുന്നേ? ചുമ്മാതാണോ കിട്ടുന്ന ആളുകൾക്ക്? പൈസ ആരിലേക്ക് തന്നെയാ പോകുന്നത്, സ്ഥാപനത്തിൽ. അതാ പറഞ്ഞേ. ഈ പറഞ്ഞ പത്രം ചുമ്മാതാണോ തരുന്നത്, കാശ് കൊടുത്തിട്ടാണോ? പൈസക്കാണ്. അതെ. ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങള് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടോ അവിടെ? പത്രം അവർക്ക് സൗജന്യമായി തരാം, അതാണ് ശരിയായിട്ട് വേണ്ടത്. അതെ അല്ലേ? അവന്റെ കള്ളസാക്ഷ്യമാണ്. അവന്റെ പരസ്യ പ്രചരണാർത്ഥം ഈ സാധനങ്ങൾ വായിച്ചിട്ട് ആളുകൾ അവിടേക്ക് ചെല്ലണം. ആ ചെല്ലേണ്ട സാധനം നാട്ടുകാരെ കൊണ്ട് പൈസയ്ക്ക് മേടിപ്പിച്ചിട്ട് ഇത് നീ വിതരണം ചെയ്താലേ നിനക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അവനെ പേടിപ്പിച്ചിട്ട്, അല്ലെ നിനക്ക് നിന്റെ ഉടമ്പടി എടുത്തത് സക്സസ് ആണെങ്കിൽ ഇത് കൊണ്ട് നീ 100 പേർക്ക് കൊടുക്കണം, 200 പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ കൊണ്ട് അവന്റെ കുഞ്ഞുങ്ങൾക്ക് അരി മേടിക്കേണ്ട പൈസയും കൊണ്ട് ഈ സാധനം മേടിപ്പിച്ചിട്ട് അവനെ കൊണ്ട് നാട് വിതരണം ചെയ്യിച്ച് ഇവന് 600-700 ആണ് ഷുഗർ. എന്നിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന് ഇവൻ സർജറി ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ കോയമ്പത്തൂരിൽ പോയി ചികിത്സിച്ചു, സർജറി ചെയ്തു. അവിടെ ബാർ ഹോട്ടലിൽ നിന്നു. എന്നിട്ട് ഈ കിട്ടുന്ന പൈസ എല്ലാം കൂടെ അവിടുത്തെ ഒരു പാണ്ഡ്യ വിജയകുമാർ ഉണ്ട്, അവനുമായിട്ട് ചേർന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം. ആ പാണ്ഡ്യ വിജയകുമാറുമായിട്ട് ചേർന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം, പങ്കാളിത്തത്തിൽ ബാർ കച്ചവടം, അവിടെ പോയി ശാപ്പാട് കിടപ്പ്. പിന്നെ ഈ മാതാവിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇവൻ എന്ത് തെളിവ്? മാതാവ് ഇവന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്ത് തെളിവ്? എന്നോട് പറയുന്നു ഇവൻ തെളിവുതാന്ന്. ഇവന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ഇവന് തെളിവ് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു തെളിവ്? സഭ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അറിയില്ല. ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ, അല്ലെ? സഭ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സഭയെ പൂരോ കട്ടിപ്പോട്ട് അടയ്ക്കുന്ന സാധനം. അതിന്റെ കൂടെ ഇങ്ങനൊരു കള്ളനോട് വന്നു കഴിഞ്ഞാൽ അവന്റെ അമ്മർക്ക് തന്നെ അല്ലേ ഇതിന്റെ കേട്? ആളുകൾ എങ്ങനെ പറയുന്നതാണ് മനസ്സിലാവും. അതാണ് പറഞ്ഞ അത്ഭുതം സാത്താനും ചെയ്തിട്ടുണ്ടെന്ന്. വേദപുസ്തകത്തിൽ നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൽസെബൂൽ എന്ന് പറയുന്ന സാത്താനും ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. ഇത് അന്നേരം ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത് ദൈവമാതാവല്ല,
ഇത് ക്രൈസ്തവമല്ല. ഇത് അവന്റെ കുഞ്ഞമ്മയോ അവന്റെ ഏതോ പൈശാചിക പ്രദത്ത പിശാചുക്കളോ എന്തോത്തിനെ വെച്ചിട്ടാണ് അവൻ അടിക്കുന്നത്. അവൻ എന്തിനാണ് ദൈവമാതാവിനെ കൂട്ടുപിടിക്കുന്നത്? അവൻ ദൈവമാതാവ് എന്നാണോ പറയുന്നത്? അല്ല, സഞ്ചാരി മാതാവ്, മറ്റേ മാതാവ്, അമ്മ എന്നൊക്കെയല്ലേ പറയുന്നത്. കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ കന്യക മറിയാമെന്ന് അവൻ എവിടെയും പറയുന്നുണ്ടോ? വിശുദ്ധ കന്യക മറിയാമെന്ന് എവിടെയും പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. കൃപാസന മാതാവ്. എന്നിട്ട് അവനൊരു നീല സാരിയൊക്കെ കൊടുപ്പിച്ച് തുറയിലുള്ള ഏതോ മുക്കുവത്തിയുടെ ഷേപ്പൊക്കെ കൊടുത്ത് അത് പറഞ്ഞു അവന്റെ വകയിലുള്ള ഏതോ കുഞ്ഞമ്മയാന്ന്. പക്ഷെ ഈ പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ ഓർക്കുന്നത് അത് ഏതോ ദൈവമാതാവാന്ന് പറഞ്ഞാ പോകുന്നത്. ഞങ്ങൾ അതേ പറയുന്നുള്ളൂ. ചെയ്താൽ ഈ വചനം കേട്ടാൽ എങ്ങനെ ഈ പൈശാചിക ശക്തി അവിടെ ഇരിക്കും? അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്? ഏതെങ്ങനെ വചനം? അതാ പറഞ്ഞ വചനം സാത്താൻ ഇതിനേക്കാളും പറയുന്നത്. കർത്താവിനെ അവമാനിക്കലല്ലേ അവന്മാർ ചെയ്യുന്നത്. ക്രിസ്തു കരയുകയാണ് കുരിശിൽ കിടന്നത് കണ്ടേ. അമ്മയെ വരെ ഇവന്മാർ വിറ്റ് തിന്നുന്നു. ക്രിസ്തുവിനെ ഈ നാട്ടിൽ മനുഷ്യന്മാർ ക്രൂശിലേറ്റ് കൊന്നു കളഞ്ഞു. എന്നിട്ട് ക്രിസ്തു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നു. കപടഭക്തിക്കാരെ പോലെ നീയൊന്നും ഇത്തരത്തിലുള്ള പൈശാചികേന്ദ്രി പോരെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നിന്റെ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചേ. കുർവാസനത്തിൽ പോയി ഉണ്ടാക്കാനോ ഒന്നും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇവന്റെ പ്രസക്തി എന്താ? ഈ പൗരോഹിത്യത്തിന്റെ പ്രസക്തി തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളയടിച്ച കുഴിമാടങ്ങളെ സർപ്പസന്തതികളെ ക്രിസ്തു മോശമായിട്ട് പറഞ്ഞേക്കുന്ന ഇവമാരേ ഉള്ളൂ. ഇങ്ങനെയുള്ള കച്ചവട കേന്ദ്രത്തിലാണ് കർത്താവ് ചാട്ടവാറുമായിട്ട് കയറി അടിച്ചോടിച്ചത്. എന്റെ ആലയത്തെ കച്ചവട കേന്ദ്രമാക്കി എന്നും പറഞ്ഞ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ നാക്ക് തളർന്നു പോകണ്ടല്ലേ ഇവനെതിരെ പറയുന്ന? ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവിരുദ്ധമായ വചനവിരുദ്ധമായ കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ അനുഭവം കിട്ടിയേനെ. അതെ, ഞാൻ ശക്തനായി നിന്ന് ഇന്ന് പറയുകയും എനിക്ക് എല്ലാ സംരക്ഷണവും ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടാണ് ശരി? അത് തന്നെ ആലോചിച്ചാൽ മതി. അങ്ങനെ ഇവന് ദർശനമുള്ളവനാണ്. എന്തുകൊണ്ട് ഇവനോട് പൈശാചിക ഇപ്പാണ്ടത് റോഡ് വൈഡനിങ് വന്ന് അത് പൊളിച്ചു കളയാൻ പോവാ? വീതി കൂട്ടുന്നുണ്ടല്ലേ? വീതി അതെന്തുകൊണ്ട് അവന് ദർശനത്തിൽ കാണാൻ പറ്റിയില്ല? അയ്യോ ഇവിടെ റോഡ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനൊരു യഥാർത്ഥ ഒരു സേവനമാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലോ എത്രായിരം പാവപ്പെട്ട രോഗികൾ കിടക്കുന്നു. അവിടെ പോയി ഒരു സഹായം കൊടുക്കാത്ത എന്ത്? എന്തുകൊണ്ട്? വിഷമങ്ങൾ കൊണ്ട് ആളുകൾ ഇങ്ങനെ പോവാണ്, പല വിഷമങ്ങൾ കൊണ്ട്. അതാ പറഞ്ഞേ, സാത്താനെങ്കിൽ സാത്താൻ, ദൈവമെങ്കിൽ ദൈവം. എവിടെങ്കിലും പോയാൽ ഈ പെണ്ണുങ്ങൾ ഇവമാര് ചെയ്യുന്നത് എന്നറിയോ? ഈ കള്ളസാക്ഷ്യത്തിലൂടെ ഇതുപോലെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുക. അവരുടെ ക്യാൻസർ മാറി, അവരുടെ മക്കൾക്ക് വിദേശത്ത് പോയി, അവർക്ക് പറയുന്നുണ്ട്. ആളുകൾ തന്നെ ഒരുപാട് പല അത്ഭുതം. അതാ പറഞ്ഞത്. ഞാൻ പറട്ടെ, ഒരു 15,000 പേര് വന്ന് വരിക എന്ന് വെച്ചോ. ആ 15,000 പേര് ഇപ്പൊ 1,00,000 പേര് ഇത് വീഡിയോ കൂടെ കാണുവാന്ന് വെച്ചു. എന്നിട്ട് ചുമ്മാ പോയാൽ നക്കപ്പിച്ച പൈസയല്ലേ ഉള്ളൂ, ഒന്നോ ഇട എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് 1,00,000 പേര് മനസ്സിൽ ഇപ്പം ഇതായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ 1,000 പേർക്ക് സംഭവിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഈ നാട്ടിൽ എല്ലാവരുടെയും ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അവന്റെ അവിടെ പോയി കുർവാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടാണോ? പറ്റില്ല. എന്നിട്ട് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാ. എന്നിട്ട് അത് ഇവരുടെ അന്ന് തെറ്റിദ്ധരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.